ആരാണ് സുകുന? ജുജുത്സു കൈസലെ തന്നെ കിങ് ഓഫ് ദി കേഴ്സസ് എന്ന് അറിയപ്പെടുന്ന റോമൻ സുകുനയെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആൻമെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ഷൻ തിയറീസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യാം. സുകുന സാധാരണ ആൾക്കാരെ പോലെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അല്ലാതെ കേഴ്സ് എനർജിയോട് കൂടി ജന്മനാ ജനിച്ച ആളായിരുന്നില്ല സുകുന. തന്റെ ഉള്ളിലുണ്ടായിരുന്ന അമിതമായ ക്രൂരതയുടെയും വെറുപ്പിൽ നിന്നും പരിണമിച്ചാണ് സുകുന ഒരു കേഴ്സ് എനർജി യൂസറായി മാറുന്നത്. വെറും വിനോദത്തിന് വേണ്ടി മാത്രമാണ് സുകുന സോൾസറേഴ്സിനെ കൊന്നിരുന്നത്. അല്ലാതെ അവരോട് വ്യക്തിപരമായ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ സുകുനക്ക് ഉണ്ടായിരുന്നില്ല. സുകുനയെ സംബന്ധിച്ചിടത്തോളം സോൾസറേഴ്സിനെ കൊല്ലുക എന്നത് ഒരു കലയായിട്ടായിരുന്നു കണ്ടിരുന്നത്. സുകുനയുടെ ക്രൂരതകൾ അത്രയ്ക്ക് ബ്രൂട്ടൽ ആയതുകൊണ്ട് തന്നെ മരണശേഷം സുകുനയുടെ ശരീരം നശിപ്പിക്കാൻ സാധിച്ചില്ല. അതുമൂലം സുകുനയുടെ ശരീരഭാഗങ്ങൾ ഓരോ കേഴ്സ് ഒബ്ജക്ട്സ് ആയിട്ട് മാറുകയും പല ഭാഗങ്ങളായിട്ട് ചിന്നിച്ചിതറുകയും ചെയ്തു. സുകുനക്ക് വ്യക്തിപരമായ ആരോടും വികാരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, മനുഷ്യരോട് പോലും സുകുനയ്ക്ക് യാതൊരുവിധ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സുകുന ഇത്രത്തോളം ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നറിയുമോ? അതിന്റെ ഏക കാരണം സുകുന അവരെയെല്ലാം മനുഷ്യരെന്നതിലുപരി തന്റെ കളിപ്പാവുകളായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അവരെ കൊല്ലുന്നതിൽ അമിതമായ ആനന്ദം സുകുന കണ്ടെത്തിയിരുന്നു. അതിൽ തന്നെ അവരെ പെട്ടെന്ന് കൊല്ലുന്നതിനേക്കാൾ മാനസികമായി തകർത്തില്ലാതാക്കാനാണ് സുകുന ഇഷ്ടപ്പെട്ടിരുന്നത്. മറ്റുള്ളവർ എത്രത്തോളം സുകുനയെ ഭയപ്പെടുന്നുവോ അത്രത്തോളം അപകടകാരിയാണ് സുകുന. വലിയ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ സുകുനക്ക് ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെയൊക്കെ ക്രൂരമായി കൊന്ന് അതിൽ നിന്ന് ആനം കണ്ടെത്തി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാനായിരുന്നു മൂപ്പരുടെ പ്ലാൻ. സുകുനയെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ലൈഫ്. ഗൈസ്, ജുജുത്സു കൈസലിലെ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ക്യാരക്ടറായ തോജിയുടെ ടീഷർട്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.